വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നമുക്ക് ചിന്തിക്കാം. ബൈബിൾ പഠിപ്പിക്കുന്ന സാമ്പത്തിക നിയന്ത്രണം പരിപാലനത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റിവർഷിപ്പിൻ്റെ സിദ്ധാന്തത്തിലാണ് അടിസ്ഥാനമാക്കുന്നത്. ദൈവമാണ് എല്ലാറ്റിൻ്റെയും യഥാർത്ഥ ഉടമ, നാം അതിൻ്റെ പരിപാലകർ മാത്രമാണ്. സങ്കീർത്തനം 24:1 പറയുന്നു, ഭൂമിയും അതിലുള്ളതൊക്കെയും യഹോവയുടേതാകുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 16:10 യേശു ഇങ്ങനെ പഠിപ്പിക്കുന്നു, അല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിൽ വിചാരകനാകും. അതിനാൽ വരുമാനത്തിൻ്റെ വലിപ്പമല്ല പ്രധാനപ്പെട്ടത്, നാം എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പ്രധാനമായത്. സാമ്പത്തിക വിഷയങ്ങൾ വിശ്വസ്തമായി കൈകാര്യം ചെയ്യേണ്ടുന്ന പ്രധാന പോയിന്റുകൾ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. നമ്പർ 1, ഒന്നാമതായി ദൈവമാണ് സകലത്തിൻ്റെയും ഉടമസ്ഥൻ. എല്ലാ വിഭവങ്ങളും ദൈവത്തിൽ നിന്നാണ് വരുന്നത് എന്ന് അംഗീകരിക്കുന്നത് വിനയവും ഉത്തരവാദിത്വവും വളർത്തുന്നു. നാം ഉടമകളല്ല, മാനേജർമാരാണ്, സ്റ്റിവേർഡ്സ് മാത്രമാണ്. രണ്ടാമതായി, അല്പത്തിൽ നാം വിശ്വസ്തരായിരിക്കുമ്പോൾ അധികത്തിൽ ദൈവം നമ്മെ വിചാരകരാക്കും. ലൂക്കോസ് 16:10 അതാ പറയുന്നത്, ചെറിയ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തത പാലിക്കുക. ചെറിയ കാര്യങ്ങളിൽ ഉത്തരവാദിത്വം കാണിക്കുന്നത് ആത്മീയ വളർച്ചയുടെ അടയാളമാണ്. ഇത് പണത്തിൻ്റെ അളവിനെക്കുറിച്ചല്ല, ഹൃദയത്തിൻ്റെ നിലപാടിനെക്കുറിച്ചാണ്. മൂന്നാമതായി, സാമ്പത്തിക വിഷയങ്ങളെ നമ്മൾ ബജറ്റ് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്. സദൃശവാക്യം 21:5 അനുസരിച്ച് ജാഗ്രതയുള്ള പദ്ധതി നമ്മളെ സമൃദ്ധിയിലേക്ക് നയിക്കുന്നു. ബജറ്റ് എന്നത് ദൈവിക മുൻഗണനകളോട് പൊരുത്തപ്പെടുന്ന രീതിയിൽ ചെലവുകൾ ക്രമീകരിക്കുന്ന ഒരു പദ്ധതിയാണ്. നാലാമതായി, ദാനം ചെയ്യുന്നത് അല്ലെങ്കിൽ ഔദാര്യം കാണിക്കുന്നത്. ആദ്യം ദൈവത്തിന് നൽകുന്നത് അവൻ്റെ പരിപാലനത്തിൻ്റെ വിശ്വാസം പ്രകടിപ്പിക്കുന്നു. സദൃശവാക്യം 3:9-10 വാക്യങ്ങളനുസരിച്ച് നമ്മൾ ആദ്യം നമ്മുടെ ഫലം അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന നന്മയുടെ ആദ്യത്തെ അളവ് ദൈവത്തിന് കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്നു. ഔദാര്യം ഭയത്തേക്കാൾ വിശ്വാസത്തെ വളർത്തുന്നു. അഞ്ചാമതായി, കടം ഒഴിവാക്കുക. കടം വാങ്ങുന്നവൻ കടം കൊടുക്കുന്നവൻ്റെ അടിമയാണ് എന്ന് സദൃശവാക്യങ്ങൾ 22:7 അനുസരിച്ച് കടം വാങ്ങുന്നവൻ കടം കൊടുക്കുന്നവൻ്റെ അടിമയാണ്. അനാവശ്യ കടം ഒഴിവാക്കുന്നത് ആത്മീയ സേവനത്തിന് സ്വാതന്ത്ര്യം നൽകുന്നു. ആറാമതായി, നിത്യ ലക്ഷ്യത്തിന് മുൻഗണന കൊടുക്കുക. പണം താൽക്കാലികമാണ്, പക്ഷേ അതിൻ്റെ ഫലം നിത്യമായിരിക്കും. മത്തായിയുടെ സുവിശേഷം 6:19-21 വരെയുള്ള വാക്യം അനുസരിച്ച് നമ്മെ ഭൂമിയിലല്ല സ്വർഗത്തിൽ നിക്ഷേപം സൂക്ഷിക്കാൻ പഠിപ്പിക്കുന്നു. പണം സ്വാർത്ഥമായി സംഭരിക്കാൻ ഉള്ളതല്ല, മറിച്ച് ദൈവരാജ്യത്തിനു വേണ്ടി ഉപയോഗിക്കാനാണ്. പ്രായോഗികമായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്നാമതായി, സാമ്പത്തിക തീരുമാനങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ധനകാര്യ തീരുമാനങ്ങൾ ദൈവത്തിന് സമർപ്പിച്ച് ജ്ഞാനം അഭ്യർത്ഥിക്കുക, ദൈവത്തോട് അപേക്ഷിക്കുക. യാക്കോബ് 1:5 അനുസരിച്ച് ദൈവത്തോട് ജ്ഞാനം ചോദിക്കുമ്പോൾ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ദൈവം അവർക്ക് ജ്ഞാനം നൽകുന്നു. രണ്ടാമതായി, നമ്മുടെ ആവശ്യങ്ങൾ ഒന്നുകൂടെ പുനഃപരിശോധിക്കുക. നമ്മൾ ആവശ്യമായി കരുതുന്ന ചില കാര്യങ്ങൾ വാസ്തവത്തിൽ ആഗ്രഹങ്ങളാണോ എന്ന് പരിശോധിക്കുക. അത് ആവശ്യമാണോ, അത് ആഗ്രഹമാണോ? സംതൃപ്തി ദ്രവ്യാഗ്രഹത്തെ തടയുന്നു. 1 തീമോഥെയോസ് 6:6-8 വരെയുള്ള വാക്യം അനുസരിച്ച് നമ്മുടെ ലൈഫിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുവാൻ, സംതൃപ്തിയുള്ളൊരു ജീവിതം നയിക്കാൻ ആഗ്രഹങ്ങൾ എന്താണ്, ആവശ്യങ്ങൾ എന്താണ്, അത്യാവശ്യങ്ങൾ എന്താണ് ഒന്ന് പുനഃപരിശോധിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മൂന്നാമതായി, സ്വയം നിയന്ത്രണം വളർത്തുക, സെൽഫ് കൺട്രോൾ. ചിലവിടൽ, സംരക്ഷണം, നിക്ഷേപം എന്നിവയിൽ
ശിക്ഷണവും നിയന്ത്രണവും ആത്മീയ ഫലത്തിൻ്റെ ഭാഗമാണ്. ഗലാത്യർ 5:22 മുതൽ 23 വാക്യത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങളിലൊരു ഫലമാണ് സ്വയം നിയന്ത്രണം അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ. അത് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിലാകട്ടെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഉള്ളത് ആത്മീയ ലക്ഷണമാണ്, ആത്മീയ ബലത്തിൻ്റെ ഭാഗമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു സാമ്പത്തിക ജീവിതം, ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു ജീവിതം, സാമ്പത്തിക മേഖലയിൽ അനുഗ്രഹമുള്ളവരായി ഒരു അച്ചടക്കമുള്ള സാമ്പത്തിക ജീവിതം നയിക്കാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.